CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നക്ഷത്രങ്ങളും പുൽക്കൂടുമൊരുക്കി ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി നാട്. പ്രതീക്ഷയും പ്രത്യാശയും സഹജീവി സ്നേഹവും പങ്കുവയ്ക്കുന്ന ക്രിസ്മസ് വ്യാഴാഴ്ച ആഘോഷിക്കും. ക്രൈസ്തവ ആരാധനാലയങ്ങളും ജാതിമത ഭേദമില്ലാതെ വീടുകളും ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ്. CPIM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഓഫീസായ കൃഷ്ണപിള്ള മന്ദിരത്തിന് നേരെ നടന്ന കല്ലേറിൽ 4 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ആക്രമണത്തിൽ ഓഫീസിന് 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും ഒരാൾക്ക് പരിക്കേറ്റതായും പരാതിയിൽ പറയുന്നു. പണയം വെച്ച സ്വർണം ഉടമകളെ അറിയിക്കാതെ ലേലം ചെയ്തെന്ന പരാതിയിൽ കടമ്പഴിപ്പുറത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ ന്യൂ പ്രൈം മണി ഫിനാൻസിനെതിരെ ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തു. 10ഓളം ആളുകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. നാട്ടുകര മാണിക്കപ്പറമ്പിൽ റബ്ബർ പുകപ്പുരയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാണിക്കപ്പറമ്പ് സ്വദേശി അക്കര മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള പുകപ്പുരയാണ് ബുധനാഴ്ച രാവിലെ 8:30 കത്തി നശിച്ചത്. CPIM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഓഫീസായ കൃഷ്ണപിള്ള മന്ദിരത്തിന് നേരെ നടന്ന കല്ലേറിൽ 4 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ആക്രമണത്തിൽ ഓഫീസിന് 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും ഒരാൾക്ക് പരിക്കേറ്റതായും പരാതിയിൽ പറയുന്നു. ഞായറാഴ്ച രാത്രി 8:30 ബൈക്കിലെത്തിയ സംഘമാണ് ഓഫീസിന് നേരെ കല്ലേറ് നടത്തിയത്. ആക്രമണത്തിൽ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തകരുകയും കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പരിക്കേറ്റ പ്രവർത്തകനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏരിയ സെക്രട്ടറി E. രാജേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഇൻസ്പെക്ടർ K. ജിതിൻ വാസാണ് കേസെടുത്തത്. വളയമൂച്ചി സ്വദേശി പുത്തൻപള്ളിയാലിൽ ആദിൽ, കക്കൂത്ത് വടക്കേതിൽ ഷെരീഫ്, പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ ചാത്തല്ലൂർ ഇർഷാദ് എന്നിവർക്കും കണ്ടാലറിയാവുന്ന മറ്റൊരാൾക്കുമെതിരെയാണ് കേസ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച രാത്രി CPIM പ്രവർത്തകർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. അതേസമയം മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമിച്ചെന്ന കേസിൽ അറസ്റ്റിലായിരുന്ന 5 CPIM പ്രവർത്തകർക്ക് പെരിന്തൽമണ്ണ കോടതി ജാമ്യം അനുവദിച്ചു. ഇവർക്ക് പെരിന്തൽമണ്ണ ചെറുകാട് കോർണറിൽ CPIM നേതൃത്വത്തിൽ സ്വീകരണം നൽകി. CCN പെരിന്തൽമണ്ണ. പണയം വെച്ച സ്വർണം ഉടമകളെ അറിയിക്കാതെ ലേലം ചെയ്തെന്ന പരാതിയിൽ കടമ്പഴിപ്പുറത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ ന്യൂ പ്രൈം മണി ഫിനാൻസിനെതിരെ ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തു. 10ഓളം ആളുകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശിനിയായ വീട്ടമ്മ തന്റെ 90 ഗ്രാം സ്വർണം ഈ സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്നു. കാലാവധി കഴിഞ്ഞ് തിരിച്ചെടുക്കാൻ ചെന്നപ്പോൾ സ്വർണം ലേലത്തിൽ പോയി എന്ന മറുപടിയാണ് ലഭിച്ചത്. പലതവണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടെങ്കിലും സ്വർണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇവർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. ആദ്യം ശ്രീകൃഷ്ണപുരം പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന ആക്ഷേപത്തെ തുടർന്ന് ഉന്നതാധികാരികൾക്ക് പരാതി നൽകി. CCN ചാനൽ ഈ വാർത്ത പുറത്തുവിട്ടതോടെയാണ് കൂടുതൽ പരാതിക്കാർ രംഗത്തെത്തിയത്. വേട്ടേക്കര സ്വദേശി ഇന്ദിരയടക്കം 5 പേർ നൽകിയ പരാതിയിലാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രിയോടെ 10ഓളം ആളുകൾ പരാതിയുമായി സ്റ്റേഷനിൽ എത്തിയിരുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് ശ്രീകൃഷ്ണപുരം സർക്കിൾ ഇൻസ്പെക്ടർ S. അനീഷ് അറിയിച്ചു. നഷ്ടപ്പെട്ട സ്വർണം തിരികെ ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്ന നിലപാടിലാണ് ഇരകൾ. അതേസമയം സ്ഥാപനത്തിനെതിരെയുള്ള തട്ടിപ്പ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ന്യൂ പ്രൈം മണി ഫിനാൻസ് മാനേജ്മെന്റ് പ്രതികരിച്ചു. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് അധികൃതരുടെ വാദം. CCN കടമ്പഴിപ്പുറം. നാട്ടുകര മാണിക്കപ്പറമ്പിൽ റബ്ബർ പുകപ്പുരയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാണിക്കപ്പറമ്പ് സ്വദേശി അക്കര മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള പുകപ്പുരയാണ് ബുധനാഴ്ച രാവിലെ 8:30 കത്തി നശിച്ചത്. പുകപ്പുരയിൽ ചകിരിക്ക് പകരം വിറകുപയോഗിച്ചതാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. പുകപ്പുരയ്ക്കുള്ളിലുണ്ടായിരുന്ന 200ഓളം റബ്ബർ ഷീറ്റുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിടത്തിനുണ്ടായ കേടുപാടുകൾ ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. കുളിമുറിയോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന പുകപ്പുരയായതിനാൽ തീ പടർന്ന് കുളിമുറിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ് വട്ടമ്പലത്ത് നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. നാട്ടുകൽ പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. CCN ചത്തല്ലൂർ. ബാലനീതി, പോക്സോ, വിദ്യാഭ്യാസ അവകാശം തുടങ്ങിയ ബാലസംരക്ഷണ നിയമങ്ങളുടെ ഏകോപനം ജില്ലയിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തീരുമാനിച്ചു. മലപ്പുറം കോട്ടപ്പടി KSTA ഹാളിൽ ചേർന്ന
കർത്തവ്യവാഹകരുടെ ജില്ലാതല അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. കുട്ടികളുടെ അതിജീവനം, സംരക്ഷണം, വികസനം, പങ്കാളിത്തം എന്നീ 4 പ്രധാന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം അത്യന്താപേക്ഷിതമാണെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. കുട്ടികളുടെ ക്ഷേമ താൽപര്യങ്ങൾ മുൻനിർത്തി എല്ലാ വകുപ്പുകളുടെയും കൂട്ടായ പ്രവർത്തനം ഉറപ്പാക്കണം. കുട്ടികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഓരോ വകുപ്പും നടത്തുന്ന പ്രവർത്തനങ്ങളും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷാജേഷ് ഭാസ്കർ, സിസിലി ജോസഫ് എന്നിവർ കമ്മീഷൻ സിറ്റിംഗിലും അവലോകന യോഗത്തിലും പങ്കെടുത്തു. വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥർ തങ്ങളുടെ റിപ്പോർട്ടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചു. CCN മലപ്പുറം. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 16ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ചെർപ്പുളശ്ശേരിയിൽ നടന്നു. മന്ത്രി MP രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ 16ാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിന് നേരിട്ട് എത്തിച്ചേരണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഔദ്യോഗികമായിട്ടുള്ള ചില വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളുള്ളതുകൊണ്ടാണ് നേരിട്ട് വരാൻ കഴിയാത്തത്. ഇതിനു മുമ്പ് പാലക്കാട് MP ആയി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും മറ്റും പലതവണ ഈ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത് സഹകരിക്കുന്ന ഒരു സംഘടനയാണ് ലൈസൻസ് വയർമെൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. ഈ സമ്മേളനത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എല്ലാ അഭിവാദനങ്ങളും അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദനങ്ങൾ. സമാന്തരമായി പ്രവർത്തിച്ച് തൊഴിൽ കവർന്നെടുക്കുന്ന സിവിൽ കോൺട്രാക്ടർമാർ ഇലക്ട്രിക്കൽ ജോലികൾ ഏറ്റെടുക്കുന്നത് നിയമം മൂലം നിർത്തലാക്കുക, സോളാർ, BESS, EV ചാർജിംഗ് ഇൻസ്റ്റലേഷനുകൾ ലൈസൻസ് ഉള്ളവരെ കൊണ്ട് മാത്രം ചെയ്യിക്കാൻ നിയമം കർശനമാക്കുക, KSEBL ഉൾപ്പെടെയുള്ള സർക്കാർ നിയമനങ്ങളിൽ ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ യോഗ്യതയുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെർപ്പുളശ്ശേരി റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി മുഖ്യാതിഥിയായി. ഒരു സംഘടന രൂപീകരിച്ച് കുറച്ച് വർഷങ്ങളായി. ഇവിടെ പറഞ്ഞു, നേരത്തെ സ്വാഗതം പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, ഒട്ടേറെ വർഷങ്ങളായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രത്യേക ഭാഗമായി നിൽക്കാതെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും നിലപാടുകളും ഈ മേഖലയിലെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യവസ്ഥകളും തീരുമാനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അത്തരം തീരുമാനങ്ങളുടെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ജോലിക്ക്, ചെയ്യുന്ന മേഖലയിൽ സ്ഥിരതയും ഉറപ്പും അതുപോലെ തന്നെ ജീവിക്കാൻ ആവശ്യമായി ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൊണ്ടുള്ള വരുമാന മാർഗവും സൃഷ്ടിക്കുക എന്നതാണ് ഒരു സംഘടനയെ സംബന്ധിച്ച് അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ആ നിലയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടേറെ അനുഭവങ്ങളുണ്ടാവും. അനുഭവങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. ഏത് സംഘടനയെ സംബന്ധിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പോസിറ്റീവായ അനുഭവങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി അതിനെ നിലനിർത്തുകയും നെഗറ്റീവായ അനുഭവങ്ങളെ മറികടക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതിസജ്ജമത്തായ സംഘടനാ പ്രവർത്തനങ്ങളും ഇടപെടലുകളും പ്രക്ഷോഭങ്ങളും ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മുന്നേറിയതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ ചരിത്രം നിങ്ങൾക്ക് സമൂഹത്തിനോട് പറയാനുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വാഗത സംഘം ചെയർമാൻ KV സ്രാജുട്ടി സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് T. അപ്പുണ്ണി അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് PV സാജൻ, സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് PK വിജയൻ, സംസ്ഥാന പ്രസിഡന്റ് K. മുഹമ്മദ് റഫീഖ്, ജനറൽ സെക്രട്ടറി MM സുനിൽകുമാർ, ട്രഷറർ C. കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം കോഡൂർ ചെമ്മൻകടവ് പ്രദേശത്ത് ഒരു മാസത്തോളമായി തുടരുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. സ്ത്രീകളടക്കമുള്ള 100 കണക്കിന് പ്രദേശവാസികളാണ് മലപ്പുറത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി ഉപരോധിച്ചത്.
കോങ്കയം പമ്പ് ഹൌസിൽ നിന്നാണ് കോഡൂർ ചെളൂർ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. എല്ലാ വർഷവും പമ്പ് ഹൌസിലെ കിണർ ശുചീകരിക്കാറുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. കിണറിൽ ചെളി നിറഞ്ഞതോടെ പമ്പിംഗ് പൂർണ്ണമായും തടസ്സപ്പെട്ടു. കിണറിലെ ചെളി നീക്കം ചെയ്യുന്നതിനായി കരാറുകാർ വൻ തുക ആവശ്യപ്പെട്ടതാണ് അധികൃതരെ പ്രതിസന്ധിയിലാക്കിയത്. ഇത്രയും വലിയ തുക നൽകാൻ ഫണ്ടില്ലെന്ന നിലപാടിലായിരുന്നു വാട്ടർ അതോറിറ്റി. ഇതോടെയാണ് ഒരു പ്രദേശം മുഴുവൻ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായത്. ഒരു മാസത്തിലേറെയായി ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട്. അതായത് കോങ്കയത്തെ പമ്പ് ഹൗസിൽ നിന്നാണ് ഞങ്ങൾക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അവർ അധികൃതർ ചോദിച്ചപ്പോൾ അവർ എന്താ പറഞ്ഞാൽ അവർ പറഞ്ഞു കിണറ്റിൽ ചളിയാണ്, കോൺട്രാക്ടർമാർ ഒന്നും ഇതിന് മെനക്കെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിനെന്ത് ചെയ്തു, ഞങ്ങൾ ഓഫീസിൽ വന്നപ്പോൾ ഓഫീസിൽ ജോലി പറഞ്ഞതാണ് ഇതിന് കരാറുകാർ ബേക്കിൽ നിൽക്കുകയാണ്, ഇത് കുറഞ്ഞ ചാർജ് പറയാണ്, പിന്നെ അല്ല കൂടുതൽ പൈസ പറയാണ്, അതുകൊണ്ട് ആണ് ഞങ്ങൾ ചെയ്യാത്തത് എന്നാണ് പറഞ്ഞത്. ഏതായാലും 2 ദിവസം കൊണ്ടൊക്കെ ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ഉടനെ ശരിയാക്കി തരാൻ ഞങ്ങൾ പിന്നെ എക്സിയോട് പറഞ്ഞിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിൽ കരാറുകാരുമായി ഉടൻ സംസാരിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് ഉറപ്പ് ലഭിച്ചു. ഈ ഉറപ്പിന്മേലാണ് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചു മടങ്ങിയത്. വരും ദിവസങ്ങളിലും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. CCN മലപ്പുറം. അടയ്ക്കാപുത്തൂർ ഹൈസ്കൂൾ മുൻ പ്രധാന അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന ഇന്ത്യന്നൂർ ഗോപി മാസ്റ്ററെ നാട്ടുവിചാരം എന്ന പേരിൽ നടന്ന പരിപാടിയിൽ അനുസ്മരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ഭാരവാഹിയും എഴുത്തുകാരനുമായ ഡോക്ടർ TP കുഞ്ഞിക്കണ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വേഗം, വികസനം, കാലം, കാലാവസ്ഥ എന്ന വിഷയത്തിൽ സംസാരിച്ച അദ്ദേഹം ഉൽപാദനവും സമ്പത്തും വർദ്ധിപ്പിക്കുക എന്നതിലുപരി വികസനത്തെ ഒരു സാമൂഹ്യ പ്രക്രിയയായി കാണണമെന്ന് അഭിപ്രായപ്പെട്ടു. ഏതൊരു പദ്ധതിയും സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടതെന്ന ഗാന്ധിയൻ കാഴ്ചപ്പാട് യഥാർത്ഥ ഇടതുപക്ഷ വീക്ഷണമാണെന്ന് മുഖ്യാതിഥിയായിരുന്ന കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പറഞ്ഞു. ഗോപി മാസ്റ്ററുടെ ആത്മകഥയായ ഓർമ്മകളുടെ പുഴയുടെ കവർ ചിത്രം റഫീഖ് അഹമ്മദ് പ്രകാശനം ചെയ്തു. മാസ്റ്ററുടെ സഹോദരനും സ്കൂളിലെ ഏറ്റവും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥിയുമായ വിശ്വനാഥ മേനോൻ കവർ ഏറ്റുവാങ്ങി. അക്ബർ പെരുമ്പിലാവിലായിരുന്നു കവർ രൂപകൽപ്പന ചെയ്തത്. അടയ്ക്കാപുത്തൂർ ഹൈസ്കൂളിലെ മുൻ സഹപ്രവർത്തകരും പിന്മുറക്കാരും വിദ്യാർത്ഥികളും ഒത്തുചേർന്ന വേദിയിൽ തലമുതിർന്ന അധ്യാപകരെ ഗോപി മാസ്റ്ററുടെ മകൾ ഡോക്ടർ ധന്യ സുരേഷ് ആദരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളായ KT ഉണ്ണികൃഷ്ണൻ, A സുരേഷ് കുമാർ, V പ്രജീഷ് കുമാർ, P കുട്ടികൃഷ്ണൻ, KP പ്രകാശ്, K രുക്മിണി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. കേരളീയം വെബ് ജേണൽ തയ്യാറാക്കുന്ന ഭാരതപ്പുഴ ഡോക്യുമെന്ററിയുടെ സിഗ്നേച്ചർ ഫിലിം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. M ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരി, ഗോവിന്ദദാസ്, രാജശേഖരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണത്തിന്റെ ഭാഗമായി ഓർമ്മമരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഡോക്ടർ K അജിത് സ്വാഗതവും P കാർത്തിയായനിക്കുട്ടി നന്ദിയും പറഞ്ഞു. CCN ചെറുപ്പുളശ്ശേരി. വാഴയങ്കട നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറ്റത്തോടെ തുടക്കമായി. ചൊവ്വാഴ്ച രാത്രി 7:30 ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് ശങ്കരൻ നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്.
മേൽശാന്തി PK മോഹനകൃഷ്ണൻ എമ്പ്രാന്തിരി സഹകാർമ്മികനായിരുന്നു. കൊടിയേറ്റത്തിന് പിന്നാലെ മുളയിടൽ ചടങ്ങും പഞ്ചസാര, മലർ, നെല്ല്, അരി, തുളസി എന്നിവ കൊണ്ട് കൊടിമരത്തിന് താഴെ പറനിറയ്ക്കലും നടന്നു. രാത്രിയിൽ പ്രസാദഊട്ടും തുടർന്ന് വിവിധ നൃത്തനൃത്യങ്ങളും നടന്നു. ബുധനാഴ്ച കൈകൊട്ടിക്കളി, ഹരിഗോവിന്ദ പൊതുവാളിന്റെ തായമ്പക, നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും. വ്യാഴാഴ്ച നാരായണീയ പാരായണം, തായമ്പക, കലാപരിപാടികൾ എന്നിവയുമുണ്ടാകും. വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ കഥകളി വേഷം കലാകാരൻ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിക്ക് വിജയസ്മൃതി പുരസ്കാരം നൽകി ആദരിക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. രാത്രി തായമ്പകയ്ക്കും പ്രസാദഊട്ടിനും ശേഷം സന്താനഗോപാലം കഥകളി അരങ്ങേറും. ശനിയാഴ്ച വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രമുത്സവാഘോഷ കമ്മിറ്റിയുടെ നരസിംഹമൂർത്തി പുരസ്കാരം പ്രശസ്ത കലാകാരൻ കലാമണ്ഡലം വാഴങ്കട ബലരാമന് സമ്മാനിക്കും. മാനേജിംഗ് ട്രസ്റ്റി പട്ടല്ലൂർ ദാമോദരൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷനാകും. തുടർന്ന് തായമ്പകയും സുഭദ്രാഹരണം, കിർമീരവധം, തോരണയുദ്ധം എന്നീ കഥകളികളും അരങ്ങേറും. ഞായറാഴ്ച രാവിലെ ഓട്ടൻതുള്ളലും ഉച്ചയ്ക്ക് പ്രസാദഊട്ടും നടക്കും. വൈകുന്നേരം ഭജനസന്ധ്യയ്ക്കു ശേഷം കലാമണ്ഡലം വാഴങ്കട ബലരാമനും കലാമണ്ഡലം ശിവദാസ് മാരാറും അവതരിപ്പിക്കുന്ന ഇരട്ട തായമ്പകയോടെയും ഭക്തിഗാനസുധയോടെയും ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. CCN ചത്തല്ലൂർ. ചെർപ്പുളശ്ശേരി BRCയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി വരുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് കരോൾ സംഘം എത്തി. പുഞ്ചപ്പാടത്ത് ഒറ്റപ്പാലം MLA K പ്രേംകുമാർ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. BPC NP പ്രിയേഷ് അധ്യക്ഷനായി. ജിംഗിൾ ബെൽസ് 2025 എന്ന പേരിലാണ് കരോൾ സംഘടിപ്പിച്ചത്. കടമ്പഴിപ്പുറം, കരിമ്പുഴ, ശ്രീകൃഷ്ണപുരം, വെള്ളിനേഴി, ചെർപ്പുളശ്ശേരി, പൂക്കോട്ടുകാവ് എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ വീടുകളിലേക്കാണ് കരോൾ എത്തിയത്. NP അനീഷ്, M രാജാമണി, MR രാജേഷ്, P വിഷ്ണു, V ഗിരിജ, PB സുനിൽ, V ഗിരീഷ്, PC ശിവശങ്കരൻ, K ഷീബ, PS സിമി, A രാജേഷ് എന്നിവർ സംസാരിച്ചു. ആഘോഷങ്ങളെ എല്ലാ വിഭാഗം മനുഷ്യരുടെയും ആഘോഷങ്ങളാക്കി മാറ്റുക, എല്ലാവരും ഒരുമിച്ച് ചേരുന്നതെല്ലാം ആഘോഷമാക്കുക എന്ന തലത്തിൽ അതിൻ്റെ നിറവും ഭംഗിയും ഒക്കെ കൂടുതൽ മികവോടെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചുമതലയും പ്രവർത്തനവുമാണ് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സ്റ്റാർ തൂക്കുന്നതായാലും അതുപോലെ തന്നെ നമുക്ക് വെച്ച് കേക്ക് മുറിക്കുന്നതായാലും ഒക്കെ അതെല്ലാം മനുഷ്യരുടെ ഒരുമയുടെ ഐക്യത്തിൻ്റെ സന്തോഷത്തിന്റെ പ്രതീകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം പുന്നാമ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ചതുർദ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 5ാം ദിവസം രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. സ്വയംവരത്തോടനുബന്ധിച്ച് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാർത്തല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് താലം നിരത്തലോടുകൂടി ഘോഷയാത്ര നടത്തി. പാർത്തല ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്കു ശേഷം നാദസ്വരത്തിന്റെ അകമ്പടിയോടെ സ്വയംവര ഘോഷയാത്രയെ യജ്ഞമണ്ഡപത്തിലേക്ക് ആനയിച്ചു. ഡിസംബർ 26 വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ മണ്ഡല താലപ്പൊലി ആഘോഷിക്കും. ഗണപതി ഹോമം, കളഭാഭിഷേകം, ഭഗവത് സേവ തുടങ്ങിയ വിശേഷാൽ പൂജകൾക്ക് പുറമെ താലപ്പൊലി കൊട്ടിയറിയിക്കൽ, പൊങ്കാല, പാന, കളംപാട്ട് എന്നിവയും മണ്ഡല താലപ്പൊലിയുടെ ഭാഗമായി നടക്കും. CCN കടമ്പഴിപ്പുറം. മലപ്പുറം വെറ്ററൻ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 5ാമത് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 27, 28 തീയതികളിൽ മലപ്പുറം കോട്ടപ്പടി ഫ്ലഡ് മൈതാനത്ത് നടക്കും. സംഘാടകർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.
27-ന് വൈകുന്നേരം 7 മണിക്ക് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ഡിവൈഎസ്പി KM ബിജു മുഖ്യാതിഥിയായിരിക്കും. ഇന്നലകളുടെ ഫുട്ബോൾ രാജാക്കന്മാർ സ്വപ്ന മൈതാനത്ത് വീണ്ടും ബൂട്ടണിയുന്നു എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ മത്സരങ്ങൾ അരങ്ങേറുന്നത്. 40 വയസ്സിന് മുകളിലുള്ള മുൻകാല താരങ്ങൾക്കായി നടത്തുന്ന ടൂർണമെന്റിൽ 12 ടീമുകളിലായി 180ഓളം താരങ്ങൾ പങ്കെടുക്കും. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് തുടങ്ങി 6 ജില്ലകളിലായി 650-ലധികം അംഗങ്ങളുള്ള ശക്തമായ സംഘടനയായി വെറ്ററൻസ് അസോസിയേഷൻ മാറിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പഴയകാല ഫുട്ബോൾ പ്രതിഭകളെ വീണ്ടും മൈതാനത്തേക്ക് എത്തിക്കുകയും അവർക്കിടയിൽ സൗഹൃദവും കായികാത്മകതയും നിലനിർത്തുകയുമാണ് ടൂർണമെന്റിന്റെ പ്രധാന ലക്ഷ്യം. ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് ബിജു ഡിവൈഎസ്പി സാറ് മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഹബീബ് റഹ്മാൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഋഷികേഷ്, മുൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ സുരേന്ദ്രൻ മങ്കട, ഇന്ത്യൻ ഇന്റർനാഷണൽ മഷൂർ ഷെരീഫ് അവരൊക്കെ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങ് നടത്തും. ഏകദേശം 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് എന്ന സംഘടനയിൽ. ഏകദേശം 72 വയസ്സ് വരെയുള്ള ആളുകൾ എന്ന സംഘടനയിലുണ്ട്. 650ഓളം ആളുകളുടെ ഉള്ള സംഘടനയാണ് മലപ്പുറം ജില്ലാ വെറ്ററൻസ് സർവീസ് ഫുട്ബോൾ അസോസിയേഷൻ. ഏകദേശം 5 ജില്ലകളിൽ ഞങ്ങളുടെ മെമ്പർമാരുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ സജീവമാണ്. നമ്മൾ മുൻകൂടെ കോട്ടപ്പടി മൈതാനിയിൽ അർജന്റീന ബ്രസീൽ മത്സരം പങ്കെടുത്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ ഷാജി, നസീർ, റഫീഖ്, മുസ്തഫ, നജീബ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. 1ാമത് പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഡിസംബർ 26-ന് പെരിന്തൽമണ്ണ നെഹ്റു ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ പന്തുരുളും. ജനുവരി 18 വരെ നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 22 പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുമെന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, അൽമദീന ചെർപ്പുളശ്ശേരി, ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട്, സബാൻ കോട്ടയ്ക്കൽ, അഭിലാഷ് കുപ്പൂത്ത്, ഷൂട്ടേഴ്സ് പടന്ന തുടങ്ങി പ്രമുഖ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ജേതാക്കൾക്ക് ട്രോഫികൾക്ക് പുറമെ 3 ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും നൽകും. ഡിസംബർ 26 വെള്ളിയാഴ്ച രാത്രി 7:30-ന് നജീബ് കാന്തപുരം MLA ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും മത്സരങ്ങൾ കാണുന്നതിന് പ്രവേശനം സൗജന്യമാണ്. കൂടാതെ ഭിന്നശേഷിക്കാർക്കായി കളി കാണുന്നതിന് പ്രത്യേക സൗകര്യവും സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രീമിയർ ക്ലബ് പ്രസിഡന്റ് U അബ്ദുൽ കരീം, സെക്രട്ടറി CH റിയാസ്, ട്രഷറർ പച്ചേരി ജലാൽ, വർക്കിംഗ് ചെയർമാൻ ഹക്കീം മാടശ്ശേരി, കൺവീനർ കീഴ്ശ്ശേരി ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. കേരള യുക്തിവാദി സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മതേതര കുടുംബ സംഗമം ശനിയാഴ്ച മലപ്പുറം കുന്നുമ്മൽ ടൗൺ ഹാളിൽ നടക്കും. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെ നീണ്ടു നിൽക്കുന്ന വിവിധ സെഷനുകളോടെയാണ് സംഗമം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 19A പൗരനിൽ യുക്തിചിന്തയും ശാസ്ത്രബോധവും വളർത്തുക എന്നത് ഓരോ പൗരന്റെയും കടമയായി പറയുന്നുവെങ്കിലും ഭൗതിക വിദ്യാഭ്യാസം പോലും ഈ ലക്ഷ്യം സാധ്യമാവും വിധമല്ല നടക്കുന്നത്. കേരള യുക്തിവാദ സംഘം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 27/12/2025 യുക്തിവാദ കുടുംബങ്ങൾ ഒത്തുകൂടി ഒരു സന്തോഷ ദിനമായി ആചരിക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. പ്രമുഖ മജീഷ്യനും ഹിപ്നോട്ടിസ്റ്റുമായ RK മലയത്ത് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് കേരള യുക്തിവാദ സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോടാണ്. സംഗമത്തിന്റെ ഉദ്ഘാടനം പ്രമുഖ മജീഷ്യനും ഹിപ്നോട്ടിസ്റ്റുമായ RK മലയത്ത് നിർവഹിക്കും. കേരള യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് ചടങ്ങിൽ അധ്യക്ഷനാകും. രാവിലെ 11:30-ന് EA ജബ്ബാർ മാഷും ലിയാഖത്തലിയും ചേർന്ന് നയിക്കുന്ന മുർത്തദ് ഡയലോഗ് നടക്കും. ഉച്ചയ്ക്ക് 12:30-ന് മജീഷ്യൻ രാജീവ് മേമുണ്ട അവതരിപ്പിക്കുന്ന മാജിക് ഷോയും അരങ്ങേറും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രമുഖ എഴുത്തുകാർ പങ്കെടുക്കുന്ന ആശംസാ സമ്മേളനം നടക്കും. തുടർന്ന് ഡോക്ടർ TS ശ്യാംകുമാർ തത്വമസി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. വൈകുന്നേരം 4:30 മുതൽ മാത്യൂസ് വയനാട് അവതരിപ്പിക്കുന്ന ഹാസ്യ നാടൻപാട്ട ആലാപനവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ യുക്തിവാദി സംഘം ജില്ലാ ഭാരവാഹികളായ ഭഗവാൻ ദാസ്, K സദാശിവൻ, വിജയൻ പാമ്പലത്ത്, PC ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. CCN മലപ്പുറം. അമ്പലപ്പാറ അകവണ്ട സ്വദേശി ഡൽഹിയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചു. വേങ്ങശ്ശേരി അകവണ്ട കുറുപ്പത്ത് കോട്ടയിൽ യദുകൃഷ്ണനാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു.
തിങ്കളാഴ്ച അർദ്ധരാത്രി 12:45 സംഭവം. സിവിൽ എഞ്ചിനീയറായ യദുകൃഷ്ണൻ ഡൽഹിയിൽ റിലയൻസിന്റെ ഡിഫൻസ് വിഭാഗത്തിലാണ് കഴിഞ്ഞ 9 മാസമായി ജോലി ചെയ്യുന്നത്. ജോലി കഴിഞ്ഞ് താമസിക്കുന്ന കെട്ടിടത്തിൽ കൂട്ടുകാരോടൊപ്പം ഫോൺ ചെയ്ത് നടക്കുന്നതിനിടെ 4ാം നിലയിൽ നിന്ന് അബദ്ധത്തിൽ കാൽ തെന്നി വീഴുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. CCN ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നക്ഷത്രങ്ങളും പുൽക്കൂടുമൊരുക്കി ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി നാട്. പ്രതീക്ഷയും പ്രത്യാശയും സഹജീവി സ്നേഹവും പങ്കുവയ്ക്കുന്ന ക്രിസ്മസ് വ്യാഴാഴ്ച ആഘോഷിക്കും. ക്രൈസ്തവ ആരാധനാലയങ്ങളും ജാതിമത ഭേദമില്ലാതെ വീടുകളും ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ്. CPIM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഓഫീസായ കൃഷ്ണപിള്ള മന്ദിരത്തിന് നേരെ നടന്ന കല്ലേറിൽ 4 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ആക്രമണത്തിൽ ഓഫീസിന് 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും ഒരാൾക്ക് പരിക്കേറ്റതായും പരാതിയിൽ പറയുന്നു. പണയം വെച്ച സ്വർണം ഉടമകളെ അറിയിക്കാതെ ലേലം ചെയ്തെന്ന പരാതിയിൽ കടമ്പഴിപ്പുറത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ ന്യൂ പ്രൈം മണി ഫിനാൻസിനെതിരെ ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തു. 10ഓളം ആളുകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. നാട്ടുകര മാണിക്കപ്പറമ്പിൽ റബ്ബർ പുകപ്പുരയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാണിക്കപ്പറമ്പ് സ്വദേശി അക്കര മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള പുകപ്പുരയാണ് ബുധനാഴ്ച രാവിലെ 8:30 കത്തി നശിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.